ഉമ്മ, ഈ പെണ്ണിനെ കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പെണ്ണ് കെട്ടില്ല. ഞാൻ റേഷൻ കടയിലെ കോയക്കുട്ടിയാക്കാൻ്റെ പാത പിന്തുടരും. ഷാഫിയുടെ സംസാരം കേട്ടിരിക്കുന്ന ഉമ്മ അവസാനത്തെ വരി കേട്ടതും അവനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ എൻ്റെ മോന്തൊക്കെ ഒന്നാട് തരും. കോയക്കുട്ടി പെണ്ണ് കെട്ടാത്തത് ഓനക്ക് പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല. അവൻ ഉണ്ടാക്കിയ മുതലും സ്വത്തും പോകുമെന്ന് പേടിച്ച് ഓൻ്റെ ജ്യേഷ്ഠന്മാർ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതെ ഇരുന്നതാണ്. നീ 4 പെണ്ണ് പോയി നോക്കിയപ്പോഴേക്കും കിട്ടിയില്ലെങ്കിൽ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിക്കുകയല്ല വേണ്ടത്. ആദ്യം എൻ്റെ ഒടുക്കത്തെ ഡിമാൻഡ് എണ്ണം ഒന്ന് കുറക്കാൻ നോക്കുക, അപ്പോൾ ശരിയാവും. എനിക്കെന്താ ഇപ്പോൾ ഡിമാൻഡ് ഇത്രയ്ക്കുള്ളത്? ആങ്ങളമാർ വേണം, അതും കെട്ടുന്നവളേക്കാൾ മൂത്തത്. അത്യാവശ്യം പഠിക്കണം, പിന്നെ കുടുംബം നന്നാവണം. അത്രയേ ഉള്ളൂ അല്ലേ? ഉമ്മ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഷാഫി ചിരിച്ചും കൊണ്ട് പറഞ്ഞു, ഒന്നുകൂടി ഉണ്ട്, നല്ല ഹൈറ്റും ഗ്ലാമറും വേണം. അത് പിന്നെ എനിക്കെന്താണ് കുറവ്? അത്യാവശ്യം ഗ്ലാമറുണ്ട്, ഹൈറ്റുമുണ്ട്, നല്ലൊരു ജോലിയുമുണ്ട്. അപ്പോൾ ഞാൻ ഇതെങ്കിലും നോക്കണ്ടേ? നീ നോക്കിക്കോ, പക്ഷേ കാത്തു നിൽക്കേണ്ടി വരും നിനക്ക് പറ്റിയത് കിട്ടാൻ. ഇവിടെ 3 വേറെ കിട്ടിയല്ലോ. ഉപ്പ പോയി കണ്ടു. ഉപ്പാക്ക് പോലെ ദീനും ഈമാനും പറ്റി, അത് അവർക്കും പറ്റി. നിനക്കത് പറ്റില്ല. ഉപ്പയല്ലല്ലോ കെട്ടണത്, ഞാനല്ലേ കെട്ടണത്. അപ്പോൾ ഞാൻ തന്നെ കണ്ടു പിടിച്ചോളാം എന്നൊക്കെയല്ലേ പറഞ്ഞ് കണ്ടുപിടിക്ക്. അവസാനം ഈ കുടുംബത്തിലേക്ക് അനുസരിച്ചതായാൽ മതി. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഉമ്മ അതും പറഞ്ഞ് അകത്തേക്ക് പോയി. ഷാഫി ഒരേ ഇരിപ്പാണ്. ലീവിന് വരുന്നതിന് മുമ്പ് നോക്കൽ തുടങ്ങിയതാണ്. പക്ഷേ ഇഷ്ടപ്പെട്ടത് ഒന്നും മുന്നിലേക്ക് വന്നിട്ടില്ല. 17 പെണ്ണ് പോയി നോക്കിയിട്ട് ആകെ ഇഷ്ടപ്പെട്ടത് ഒന്നാണ്. അവളുടെ ഡിമാൻഡ് കേട്ടപ്പോൾ തൻ്റെ നിലപാടുകളുമായി ഒത്തുപോകില്ല എന്ന് തോന്നിയതും അത് വേണ്ടെന്ന് വെച്ചു. ഗൾഫിലേക്ക് കൊണ്ടുപോകണം, എൻ്റെ ജോലി ചെയ്യുന്ന കമ്പനി വിവരങ്ങൾ നൽകണം, അവൾക്ക് ജോലി വാങ്ങിക്കൊടുക്കണം. അല്പം ഗ്ലാമറുണ്ടെന്ന് കരുതി അവൾക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്നറിയില്ല. എല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞ് പോന്നതാ. വഴിയിൽ വെച്ച് തന്നെ നടക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞു. കുറ്റം പറയാൻ പറ്റില്ല, കാലം മാറിയില്ലേ. കുട്ടികൾക്കൊക്കെ വിവരം വെച്ചു. പക്ഷേ എനിക്കത്രയ്ക്ക് അങ്ങോട്ട് വിവരമുള്ളത് വേണ്ട, പാകത്തിന് മതിയെന്നും ചിന്തിച്ച് ഷാഫി അങ്ങനെ ഇരുന്നു. ഇപ്പോൾ പെണ്ണ് കാണാൻ പോകുന്നത് ഉമ്മയുടെ ആങ്ങളുടെ കൂടെയാണ്. അവർ അറിയുന്ന കുടുംബമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പോകാമെന്ന് വാക്ക് കൊടുത്തതാണ്. അമ്മാവൻ വീട്ടിലേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെയാണോ? വെറുതെ ഉമ്മാൻ്റെ ആങ്ങളെ എനിക്ക് കുറേ പെണ്ണ് കാണിച്ചു കൊടുത്തു എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനാണെങ്കിൽ ഞാനില്ല. നീ ഇത് പറയും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് കുട്ടിയുടെ ഫോട്ടോ ഞാൻ വാങ്ങി വന്നിട്ടുണ്ട്. ആദ്യം ഒന്ന് കാണ്, എന്നിട്ട് പറയാം ബാക്കി എന്ന് പറഞ്ഞ് അമ്മാവൻ പെണ്ണിനെ കാണിച്ചു കൊടുത്തു. ഷാഫി ഒരയഞ്ഞ മട്ടിലാണ് മൊബൈൽ വാങ്ങി കുട്ടിയുടെ ഫോട്ടോ നോക്കാൻ ഒരുങ്ങുന്നതെന്ന് കണ്ടതും ഉമ്മ ആങ്ങളെ നോക്കി. ആങ്ങളെ കണ്ണ് ചീമി, നീ ഒന്നടങ്ങ്, അവൻ കാണട്ടെ എന്ന സൂചന നൽകി. മൊബൈലിൽ നോക്കിയ ഷാഫി കുട്ടിയെ കണ്ടു. എന്തോ കാര്യമായി കണ്ടതുപോലെ മൊബൈൽ അടുത്തേക്ക് പിടിച്ചു ചെരിച്ചുമൊക്കെ നോക്കുന്നു. അമ്മാവനെ നോക്കി ഒരു ചെറുപുഞ്ചിരിയോടെ, കുട്ടി എന്താ ചെയ്യണേ എന്ന് ചോദിച്ചതോടെ അവന് കുട്ടിയെ ഇഷ്ടമായെന്ന് മനസ്സിലാക്കിയ അമ്മാവൻ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ പറയുന്ന ഡിമാൻഡ്സ് എല്ലാം ഓക്കെ ആണ്, ഒന്ന് അല്പം മാറ്റി എഴുതേണ്ടി വരും. അളിയൻ ഇളയതാണ്, 5 മക്കൾ, ആദ്യത്തെ 4 പെൺകുട്ടികൾ, ഇളയതാണ് ആൺകുട്ടി. ഈ കുട്ടി 3ാമത്തേത്. ബാക്കി നീ പറഞ്ഞ ഡിമാൻഡ്സ് എല്ലാം അവർക്കുണ്ട്. അളിയന്മാർ വേണമെന്നത് ഷാഫി സുഹൃത്തിൻ്റെ ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠം ഉൾക്കൊണ്ട് തീരുമാനിച്ചതാണ്. ആങ്ങളമാരുള്ള പെൺകുട്ടികൾക്ക് ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കാണുമെന്നും അല്ലെങ്കിൽ ഉപ്പയുടെ പൊന്നുമുള്ളെന്നുള്ള ബഹുമതിയിൽ ഒതുങ്ങി കിടന്ന് പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ ചിലപ്പോൾ പലതും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാക്കുമെന്ന് തോന്നിയിട്ടുണ്ട്. എന്തിനാണ് വെറുതെ നമ്മുടെ ജീവിതം വെച്ച് ഒരു പരീക്ഷണം നടത്തുന്നത്? അവനവൻ കെട്ടുന്ന ആദ്യത്തെ പെണ്ണ് ഒരുപാട് ശ്രദ്ധയോടെ കെട്ടിയാൽ പിറകെ വരുന്ന പ്രയാസങ്ങൾ ഒഴിവായി കിട്ടും. അതുകൊണ്ട് എടുത്ത തീരുമാനമായിരുന്നു ആങ്ങള വേണമെന്ന്, അതും പെൺകുട്ടിയുടെ മൂത്തതായിരിക്കണം എന്നുള്ളത്. പക്ഷേ
കുട്ടിയെ കണ്ടപ്പോൾ ആ തീരുമാനം മാറ്റേണ്ട അവസ്ഥയാണ്. ഷാഫിയുടെ മനസ്സ് അളിയൻ ചെറുതായത് പതുക്കെയൊന്ന് ക്ഷമിക്കാൻ പറയുന്നത് പോലെ അമ്മാവനോടായി അവൻ പറഞ്ഞു, നമുക്ക് പോയി നോക്കാം. കുട്ടിയെയും കുടുംബവും ഇഷ്ടപ്പെട്ടാൽ അളിയൻ ചെറുതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ജ്യേഷ്ഠൻ്റെ ഭാര്യ സുറുമി അങ്ങോട്ടേക്ക് ചായയുമായി വരുന്നത്. ഷാഫിയുടെ സംസാരം കേട്ട് ചിരി നിർത്താൻ കഴിയാതെ ഉമ്മ ദുആ ചെയ്യാൻ കൈകൾ ഉയർത്തി പറഞ്ഞു, പടച്ചോനെ, ഇതെങ്കിലും ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. ഷാഫി കുട്ടിയുടെ ഫോട്ടോ സുറുമിത്താക്ക് കാണിച്ചു കൊടുത്തതും ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാർ ഓരോരുത്തരായി അടുക്കളയിൽ നിന്നും അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. 3 ജ്യേഷ്ഠന്മാരും 2 പെങ്ങന്മാരും ഉപ്പയുടെ ഉമ്മയും അടങ്ങിയതാണ് ഷാഫിയുടെ കുടുംബം. ഷാഫിയാണ് ഇളയതും ഇനി ആ വീട്ടിൽ കല്യാണം കഴിക്കാൻ ബാക്കിയുള്ള ഒരേ ഒരാളും. ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാർ, ആദ്യത്തേത് സുറുമി, രണ്ടാമത്തെയാൾ വഫ, മൂന്നാമത്തെയാൾ മുംതാസ്. കുട്ടിയുടെ ഫോട്ടോ വാങ്ങി ഓരോരുത്തരായി നോക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെയായിരുന്നു ആ വീട്ടിലുള്ള ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട നിമിഷങ്ങൾക്ക് ദുനിയാവിലുള്ള സകലതും നിയന്ത്രിക്കുന്ന നാഥൻ യാത്ര പുറപ്പെടാൻ അനുവാദം കൊടുക്കുന്നതും.